അങ്ങനെ ഗുൽമർഗിലെ ഗൊണ്ടോള റൈഡെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എത്തിയത് ദൂത് പത്രിയിലേക്കാണ്. ദൂത് പത്രി പോകും വഴിയുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. എവിടെ തിരിഞ്ഞാലും ഗ്രീനറിയും ആപ്പിൾ ട്രീയും വാൾനട്ട് ട്രീയും നല്ല രസമുള്ള കൺസ്ട്രക്ഷനിലുള്ള കാശ്മീരി വീടുകളും മഞ്ഞ് മലകളും എവിടെ നോക്കിയാലും ഭംഗിയാട്ടോ. അങ്ങനെ ഞങ്ങൾ ദൂത് പത്രിയിലൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് ദൂത് പത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ നടന്ന് പോവുക, അല്ലെങ്കിൽ പോണി റൈഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ മോട്ടോ ബൈക്ക് ഉണ്ടല്ലോ, വലിയൊരെണ്ണം ബൈക്കുണ്ടല്ലോ, എൻ്റെ പേരെനിക്ക് പറയാൻ അറിയത്തില്ല, ആ ബൈക്കിൽ പോവാട്ടോ. അപ്പോൾ ഒരാഗ്രഹം തോന്നിയിട്ട് പോണിയുടെ മുകളിൽ കയറിയിരുന്നു. പക്ഷെ അത് റോങ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. മണിക്കൂറുകൾ എടുക്കും കേട്ടോ അങ്ങ് എത്താനായിട്ട്. അങ്ങോട്ട് 6 കിലോമീറ്റർ, ഇങ്ങോട്ട് 6 കിലോമീറ്റർ, ടോട്ടൽ 12 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും 1.5 മണിക്കൂർ എത്തി. ചാടി 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 പിറ്റേ ദിവസം ദേഹം ഫുൾ വേദനയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പോകുന്നവർ പോണി ചൂസ് ചെയ്യേണ്ട, മോട്ടോ ബൈക്ക് ആയിരിക്കും ഏറ്റവും നല്ലത്. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പോണി റൈഡ് തന്നെ പോകണം, അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അത് നമ്മൾ ജീവിതത്തിൽ മറക്കത്തുമില്ല, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പിന്നെ പോണിയിൽ കയറത്തുമില്ല കേട്ടോ. അപ്പോൾ ദൂത് പത്രിയിൽ ഇനിയിപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ദൂത് പത്രിയിലുള്ളത്. ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റും, അവിടെ കുറേ ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും, കുറേ ഇങ്ങനെ ഡ്രസ്സുകൾ വിൽക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. സാധാരണ ഞാനിങ്ങനെ ഈ ഫ്രൂട്ട് ചാറ്റ് കഴിക്കുന്നതല്ല, ഭയങ്കരമായിട്ട് വിശന്നിട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഫ്രൂട്ട് ചാറ്റ് വാങ്ങി. സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾ കാശ്മീരിൽ വന്നാൽ ചാറ്റ് മസാല ഇടാണ്ടാണ് ഞാൻ കഴിച്ചത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഫ്രൂട്ട് ചാറ്റ്. അതിൽ ആ വാട്ടർമെലൺ ഷമാം എന്തൊരു ടേസ്റ്റും സ്വീറ്റും ആയിരുന്നെന്നറിയോ. ബാക്കിയൊന്നും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. ഈ വാട്ടർമെലനും ഷമാമും നിങ്ങൾ കാശ്മീരിൽ വന്നാൽ ഒന്ന് ട്രൈ ചെയ്യുക. വിതൗട്ട് ചാറ്റ് മസാലയാണ് ഞാൻ ട്രൈ ചെയ്തത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. ഇനി സീസണിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. മിക്സഡ് ഫ്രൂട്ട് ചാറ്റാണ് വാങ്ങിയത്, അതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വന്ന സ്ഥലത്ത് തിരിച്ച് പോണിയിൽ കയറി എത്തി. എന്നിട്ട് കശ്മീരി സ്പെഷ്യലായ നൂങ് ചായയും ചോളം കൊണ്ടുണ്ടാക്കിയ റൊട്ടിയും കഴിച്ചു. മസ്റ്റ് ട്രൈ ആണ്. പോകുന്ന വഴിക്കാണ് അവിടെ ഒരു വലിയ ടീ മാർക്കറ്റ് ഉണ്ട്, അതിനകത്താണ് നൂങ് ചായയും ചോളം കൊണ്ടുണ്ടാക്കിയ റൊട്ടിയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗൈഡ് ആസിഫാണ്. കാശ്മീരിലുള്ള ഒരാളാണ് ആസിഫ്. ആസിഫിൻ്റെ ഫാമിലി ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പോകും വഴി ആസിഫിൻ്റെ കുഞ്ഞുങ്ങളെയും വൈഫിനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ആസിഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇന്നെന്താ ഡിന്നറിന് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പുലാവ് വേണമെന്ന് പറഞ്ഞു. വെജ് പുലാവ്. അങ്ങനെ വെജ് പുലാവ് അവരുണ്ടാക്കി തന്നു. ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ടേ.